കൊച്ചിയിൽ 1 കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തി 2 പേർ പിടിയിലായി. കോഴിക്കോട് മുക്കം സ്വദേശി മുഹമ്മദ് ജസീൽ, നീലേശ്വരത്തെ TK മുഹമ്മദ് എന്നിവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജൂൺ 13-ാം തീയതിയാണ് ലക്നൗ പോലീസിന്റെ പേരിൽ വീഡിയോ കോൾ ചെയ്ത് പണം തട്ടിയെടുത്തത്. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നു. ഈ 2 സഹോദരങ്ങൾ ചെയ്ത ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ശ്യാംകുമാർ പറയും? പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്തു എന്ന പേരിലാണ് ലക്നൗ പോലീസിന്റെ പേരിൽ വീഡിയോ കോൾ ചെയ്ത് ഈ കാക്കനാട് സ്വദേശിയെ ഭീഷണിപ്പെടുത്തി 1,05,00,000 രൂപ 3 തവണയായി ഇയാളുടെ അക്കൗണ്ടിൽ നിന്ന് ഇവർ തട്ടിയെടുത്തത്. തുടർന്ന് വിർച്വൽ അറസ്റ്റ് ചെയ്ത് ഏകദേശം 12 മണിക്കൂറോളം തടവിലാക്കുകയാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് തട്ടിപ്പ് മനസ്സിലായി ഈ പരാതിക്കാരൻ പോലീസിനെ സമീപിച്ചതോടെയാണ് പ്രതികളിലേക്ക് പോലീസ് എത്തുന്നത്. അന്വേഷണത്തിൽ 99 ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്ന് ഇവർ ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തി. ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതികൾ ചിലവാക്കിയത് ഇതിനകം 34 ലക്ഷം രൂപയായിരുന്നു. ഏതായാലും 2 പ്രതികളെയും, അവർ 2 പേരും മലയാളികളാണ്, കോഴിക്കോട് സ്വദേശികളാണ്, മുക്കം സ്വദേശികളാണ്. ഈ 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 പേരെയും ഇന്ന് വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ശ്യാംകുമാർ, സാധാരണ ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പ് നടക്കുമ്പോൾ നമ്മൾ സംശയിക്കുന്ന ഉത്തരേന്ത്യക്കാരാണ് ഇത് ചെയ്തത്, ഹിന്ദിയൊക്കെ പറഞ്ഞാൽ മതി. ഇപ്പം നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ആൾക്കാരുണ്ടല്ലേ ചേട്ടന്മാര്? പോലീസ് പറയുന്നത് മലയാളികൾക്കിടയിൽ ഇത്തരത്തിൽ മ്യൂൾ അക്കൗണ്ടുകൾ, അതായത് വാടകയ്ക്ക് നൽകുന്ന അക്കൗണ്ടുകളുടെ ഇടപാടുകൾ നടത്തുന്നത് കൂടുതലും വടക്കൻ കേരളത്തിൽ നിന്നുള്ള ആളുകളാണ്. അവർ അതിന്റെ തട്ടിപ്പിന്റെ പുതിയ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ചെറുപ്പക്കാരാണ് ഈ തട്ടിപ്പിലേക്ക് എത്തുന്നതാണ്. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ വടക്കേ ഇന്ത്യക്കാരെ കടത്തി വെട്ടുന്ന രീതിയിൽ ഈ മലയാളികൾ തന്നെ ഈ തട്ടിപ്പിലേക്ക് എത്തുകയും ഈ സൈബർ തട്ടിപ്പ് ഒരു കലയാക്കി മാറ്റുകയും ചെയ്തത്. ഏതായാലും 2 പേരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസിന് സല്യൂട്ട് കൊടുക്കണം. കാരണം വളരെ ഈ വിർച്വൽ അറസ്റ്റ് എന്നൊരു സാധനമില്ല എന്ന് നമ്മൾ നാഴിക്ക് 40 വട്ടം പറഞ്ഞിട്ടും ആൾക്കാരെ പേടിച്ച് വിർച്വൽ അറസ്റ്റിന് വിധേയമായി മണിക്കൂറുകളോളം തടങ്കലിരിക്കുക. അപ്പോൾ 1 കോടിയിലധികം പണവും പോയെന്നാണ് പറയുന്നത്. എന്തായാലും അതൊക്കെ തിരിച്ച് കുറച്ചെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള ആശ്വാസം ഇപ്പോൾ ഈ പരാതിക്കാരുണ്ടായി കാണുമല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.